റിപ്പോർട്ടർ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. നിലമ്പൂരിൽ VS ജോയ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. നേതാക്കൾക്കിടയിൽ ധാരണയായി എന്നാണ് സൂചന. കേന്ദ്ര സർവേയിൽ VS ജോയിക്കാണ് മുൻതൂക്കം. PV അൻവറുമായി ചർച്ച നടത്തിയ ശേഷം മാത്രമേ പ്രഖ്യാപനമുണ്ടാവൂ. നോബൽ മാരിക്കാരൻ അഹമ്മദാബാദിൽ നിന്നും ഋഷിപാൽ തിരുവനന്തപുരത്ത് നിന്നും തത്സമയം ചേരുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ VS ജോയി അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് എന്നിവയായിരുന്നു രണ്ടു പ്രധാനപ്പെട്ട ചോയ്സുകൾ. നോബൽ, ഇതിലിപ്പോൾ സർവേ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം വരുന്നതെങ്കിൽ ഈ സർവേയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണച്ചിരിക്കുന്നത് VS ജോയിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണോ തത്വത്തിൽ VS ജോയിയെ മത്സരിപ്പിക്കാൻ ധാരണയാകുന്നത്? നോബൽ, അരുൺ, അങ്ങനെ തന്നെയാണ്. നിലമ്പൂരിൽ VS ജോയ് എന്ന പേരിലേക്ക് പാർട്ടി എത്തുന്നു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സർവേ അടക്കം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സർവേയിൽ VS ജോയുടെ പേര് തന്നെയാണ് ഒന്നാമത് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന വിവരം പുറത്തേക്ക് വരുന്നു. ദില്ലിയിൽ ഇതുമായി ബന്ധപ്പെട്ട് അഹമ്മദാബാദിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അടക്കം നടക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ചർച്ചകളിൽ VS ജോയ് തന്നെ എന്ന സ്ഥാനാർത്ഥിയാകുന്നു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് എന്താണെങ്കിലും ലഭിച്ചിരിക്കുന്നത്. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം അത് നിലമ്പൂരിൽ PV അൻവറുമായി കൂടി ആശയവിനിമയം പാർട്ടി നടത്തും. അതിനുശേഷം മാത്രമാണ് ആ പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് പോവുകയുള്ളൂ എന്ന വിവരം ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു. 15-ന് ശേഷം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി പ്രചരണത്തിലേക്ക് കടക്കാൻ തന്നെയാണ് പാർട്ടി ഒരുങ്ങുകയും ചെയ്യുന്നത്. നേരത്തെ PV അൻവറിന്റെ അടക്കം പിന്തുണ VS ജോയ്ക്ക് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നാലും അതും കോൺഗ്രസ് നേതൃത്വത്തിന് എന്താണെങ്കിലും ഇതിൽ VS ജോയിലേക്ക് എത്താൻ കൂടുതൽ ചർച്ചകളിലേക്ക് വേണ്ടി വന്നില്ല എന്നാണ് നമുക്കിപ്പോൾ വിവരമുള്ളത്. അനിൽകുമാർ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ തന്നെ അഹമ്മദാബാദിൽ ഉണ്ട്. ആ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി തന്നെ ഇന്നലെ പൂർത്തിയാക്കി ഇന്നും ഇപ്പോൾ ചർച്ചകൾ ഉണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും VS ജോയ് എന്ന പേരിലേക്ക് തന്നെ പാർട്ടി എത്തുകയാണ്. VS ജോയ് തന്നെയായിരിക്കും നിലമ്പൂരിൽ സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച DCC അധ്യക്ഷന്മാർ, പ്രത്യേകിച്ച് VS ജോയ് അടക്കമുള്ളവർ മാറും എന്ന കാര്യം നേരത്തെ നേതൃത്വം തീരുമാനം എടുത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും എന്താണെങ്കിലും കടക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ തന്നെ അനിൽകുമാർ ചാർജ് കൊടുത്തുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് എന്താണെങ്കിലും എത്രയും വേഗം ഈ പ്രഖ്യാപനത്തിലേക്ക് കൂടി പോവുക. പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്തിന്റെ പല നീക്കങ്ങളിലും കോൺഗ്രസ് നേതാക്കൾക്ക് പോലും സംശയമുള്ള ഒരു സാഹചര്യം കൂടി ഈ ഘട്ടത്തിൽ ഉണ്ട്. കാരണം പല ഘട്ടങ്ങളിലും അദ്ദേഹം ഇടതുമുന്നണിയുമായി സഹകരിക്കുമോ എന്നടക്കം സംശയങ്ങൾ വിവിധ കോണുകളിലുണ്ട്.